ഹായ് സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം വാൽപ്പാറയിൽ നടന്നിട്ടുള്ള ഞെട്ടിക്കുന്ന അപകടം നമ്മളെല്ലാവരും കണ്ടതാണ്. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ആ സ്ഥലത്തൂടെ 2 വട്ടം ട്രാവൽ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ആ സ്ഥലവും കാര്യങ്ങളൊക്കെ നല്ല വ്യക്തമായിട്ട് എനിക്ക് അറിയാവുന്നതാണ്. ഈ ഒരു അപകടം നടന്നിട്ടുള്ള ഏരിയയും എല്ലാം എനിക്കറിയാവുന്നതാണ്. അതുകൊണ്ട് വീഡിയോ കാണുന്ന ആളുകൾ ഒരുപക്ഷെ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് ആർക്കെങ്കിലുമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നാളെ ഒരു പക്ഷേ അവരൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ, ഇൻ കേസ് ഏതെങ്കിലും ഒരു കാലത്ത് ഏതെങ്കിലും ഒരു സമയത്ത് പോകുന്നതാണെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ എൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ അവർക്ക് ഉപകാരപ്പെട്ടേക്കാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്തായാലും ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ഒരു ഞെട്ടിക്കുന്നൊരു വാർത്ത, വാൽപ്പാറയിൽ നടന്നൊരു ആ വാർത്തയുടെ ഒരു ന്യൂസിൻ്റെ ഒരു ഭാഗം ഞാൻ ഇവിടെ വായിക്കാം ആദ്യം. എന്നിട്ട് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ്, എൻ്റെ ഒരു അനുഭവം, ഞാൻ അവിടെ പോയപ്പം എനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളും അതുപോലെ നിങ്ങൾ അവിടെ പോകേണ്ട ഒരു രീതിയൊക്കെ, ഏത് വണ്ടിയിലൊക്കെ പോകണം, പ്രത്യേകിച്ച് ട്രാവലർ പോലുള്ള വണ്ടികളൊക്കെ നിങ്ങൾ വിളിച്ച് പോകുന്നവരുണ്ടെങ്കിൽ അത് ഒന്ന് ശ്രദ്ധിക്കുക. ട്രാവലർ പോലുള്ള വണ്ടികളൊക്കെ വാൽപ്പാറ പോലുള്ള സ്ഥലങ്ങളിലേക്ക് വിളിച്ചു കൊണ്ട് പോകാതിരിക്കുക. ഒരു 10,000 രൂപ കൂടുതലാണെങ്കിൽ തന്നെ നല്ലൊരു ടൂറിസ്റ്റ് ബസ്സോ അങ്ങനെയുള്ള ഒരു വണ്ടിയോ വിളിച്ചു കൊണ്ട് പോകുക. ഒരിക്കലും ട്രാവലറിനകത്ത് നിങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണാൻ പോകില്ല. അതിനെപ്പറ്റിയിട്ടൊക്കെ ഞാൻ പറയാം വീഡിയോയിൽ. അപ്പം ആരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. അപ്പം ഞാൻ ആ ഒരു കഴിഞ്ഞ ദിവസം സംഭവിച്ച ആ ഒരു അപകടത്തിൻ്റെ ഒരു വാർത്ത ഞാൻ ഇവിടെ നിന്ന് വായിക്കാം. കേരള തമിഴ്നാട് അതിർത്തിയായ വാൽപ്പാറയിൽ വിനോദയാത്രാ സംഘം സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ട് 8 മലയാളികൾ മരിച്ചു. എനിക്ക് തോന്നുന്നു 8-ൽ കൂടുതലുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ വാർത്ത ചിലപ്പം ആ സമയത്ത് വന്നൊരു വാർത്തയായിരിക്കും. 8-ൽ കൂടുതൽ പേര് മരിച്ചെന്നാണ് എൻ്റെ ഒരു അറിവ്. മലപ്പുറം ജില്ലയിലെ പാങ്ങ് പള്ളിപ്പറമ്പ് സ്കൂളിൽ നിന്നും വിനോദയാത്രയ്ക്ക് പോയവർ സഞ്ചരിച്ചിരുന്ന ടെമ്പോ ട്രാവലറാണ് കൊക്കയിലേക്ക് മറിഞ്ഞത്. വാൽപ്പാറയിൽ നിന്ന് പൊള്ളാച്ചിയിലേക്ക് പോവുകയായിരുന്ന വാഹനം കുന്നിൻ റോഡിൽ 13-ാം ഹെയർപിൻ വളവിൽ വെച്ച് നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. ഒരുപക്ഷേ ഈ ഹെയർപിന്നൊക്കെ എനിക്ക് തോന്നുന്നു പൊന്മുടിയിൽ പോയിട്ടുള്ള ആളുകൾക്ക് അത്യാവശ്യം അറിയായിരിക്കും. ഇതേപോലെയുള്ള പൊന്മുടിയിൽ എനിക്ക് തോന്നുന്നു പൊന്മുടിയെക്കാളും കുറച്ച് അപകടം കൂടുതലുള്ളൊരു മേഖലയാണ് ഈ പറയുന്നത്. വയനാട് ചുരത്തിലൊക്കെ പോയിട്ടുള്ള ആളുകൾക്ക് അറിയാം. ഏകദേശം വയനാട് ചുരം പോലെ തന്നെയാണ് ഈ ഒരു സ്ഥലവും. നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. വളവ് തിരിയുന്നതിനിടെയാണ് ദാരുണമായ അപകടം സംഭവിച്ചത്. അപകട സമയത്ത് വാഹനത്തിൽ 16 യാത്രക്കാരായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നിയന്ത്രണം വിട്ട വാഹനം ക്രാഷ് ബാരിയറുകൾ തകർത്ത് കുക്കയിലേക്ക് പതിക്കുകയായിരുന്നു. അപകടത്തിൽ 8 പേർ സംഭവ സ്ഥലത്ത് തന്നെ അവർ പോയിട്ടുണ്ട്. വിവരം പരിക്കേറ്റവരെ ഉടൻ തന്നെ 8 പേരല്ല, 8-ൽ കൂടുതൽ പേര് മരണത്തിന് കീഴടങ്ങിയിട്ടുണ്ട്. പരിക്കേറ്റവരെ ഉടൻ തന്നെ സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മലപ്പുറത്ത് നിന്നുള്ള സ്കൂൾ സംഘത്തിൻ്റെ യാത്രയ്ക്കിടെയുണ്ടായ ഈ വൻ അപകടം നാടിനെ നടുക്കിയിരിക്കുകയാണ്. സംഭവ സ്ഥലത്ത് പോലീസും അഗ്നിശമന സേനയും അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം തുടരുന്നു. അപ്പോൾ ഈ സംഭവം ഇത് ആ സമയത്ത് വന്നിട്ടുള്ള വാർത്തയാണ്. അതിൽ കൂടുതൽ പേർക്ക് അപകടം ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു കാരണവശാലും ടെമ്പോ ട്രാവലറിനകത്ത് പോകുന്നവർ ശ്രദ്ധിക്കുക. ടെമ്പോ ട്രാവലർ വിളിച്ച് പോകുന്നവർ ഒരു കാരണവശാലും അതിനകത്ത് പോകരുത്. അതിനെപ്പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇനി ഞാൻ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. അപ്പം അതിന് മുമ്പ് ഞാൻ ഇവിടെ ഒരു ഫോട്ടോ വയ്ക്കാം. ആ വാൽപ്പാറയിലെ ഒരു ആകാശ ദൃശ്യത്തിൻ്റെ ഒരു ഫോട്ടോയാണ്. കുറേ ദൃശ്യങ്ങൾ ഞാനിവിടെ ഉൾപ്പെടുത്താം. കുറച്ച് വീഡിയോസും കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ ഇവിടെ വയ്ക്കാം. അവിടെ പോയിരുന്ന സമയത്ത് ഉള്ള ദൃശ്യങ്ങളാണ്. അപ്പം ഇതിനകത്ത് ഞാൻ ആദ്യം തന്നെ ഒരു ഫോട്ടോ വയ്ക്കാം. നിങ്ങൾ ആ ഫോട്ടോയിൽ നിന്ന് നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് നോക്കിയേ. ഇത് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. വാൽപ്പാറയിലേക്കുള്ള ഗട്ട് റോഡുണ്ടല്ലോ, ഗട്ട് റോഡിൻ്റെ ഡിസൈൻ അത് അത്ര മോശപ്പെട്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പകലിലും രാത്രിയിലാണെങ്കിലും വാൽപ്പാറ ചുരത്തിലൂടെ മുകളിലേക്ക് കയറുകയും ഇറങ്ങുകയും ഞാൻ ഒരുപാട് തവണ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു 2 തവണ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം മുകളിലേക്ക് കയറുകയും ഇറങ്ങുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഗട്ട് റോഡുകൾ വ്യാപകമായി നവീകരിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ എനിക്ക് തോന്നുന്നു വാൽപ്പാറയിൽ നവീകരിക്കപ്പെട്ടിട്ടുണ്ട് ഈ വാൽപ്പാറയിലെ ഗട്ട് റോഡുകൾ. വാൽപ്പാറയിലെ റോഡിനേക്കാൾ അപകടകരമായ അൾട്രാ സ്റ്റീപ്പ് ആൻഡ് നാരോ
ഐപ്പിൻസൊക്കെ നമ്മുടെ ഇന്ത്യയിൽ ഇടുക്കിയിൽ തന്നെ ഉണ്ട്. പരിചയസമ്പന്നരായ ഇടുക്കിക്കാർക്ക് അതൊന്നും ഒരു വിഷയമല്ല. ഇടുക്കിയിലൊക്കെ പോയിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ അതൊക്കെ അറിയാവുന്നതായിരിക്കും. ഇടുക്കിയിലൊക്കെ യാത്ര ഇതുപോലെ ട്രാവലിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ. ഇവിടെ ഈ വാൽപ്പാറയിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവറുടെ പരിചയമില്ലായ്മയും അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ ഇവർ കൊണ്ടുപോയിട്ടുള്ള ട്രാവലർ ഉണ്ടല്ലോ, അതിൻ്റെ ബ്രേക്കിങ്ങിൽ അപാകതയോ അമിത വേഗതയോ ഇങ്ങനെ എന്തൊക്കെയോ ആണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. ഒന്നുകിൽ ഡ്രൈവർ ആ ട്രാവലർ ഓടിക്കാൻ പുള്ളിക്ക് അത്ര പരിചയക്കുറവുണ്ട്. ട്രാവലറൊക്കെ ഓടിക്കുന്ന ആളുകൾക്കാണെങ്കിൽ അറിയാവുന്നതാണ്. ചില ആളുകളെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാവലർ ഓടിക്കുന്നത് നമ്മൾ ഈ കാറ് ഓടിക്കുന്ന പോലെ അത്ര സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്, എളുപ്പമായിട്ടുള്ള പരിപാടിയാണെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഒരിക്കലുമല്ല. അവിടെ ട്രാവലർ ഓടിക്കണമെങ്കിൽ അത് ഓടിച്ച് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾ മാത്രമേ അത് ഓടിക്കാവൂ. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴത്തേക്കും. അപ്പോൾ ഇവിടെ സംഭവിച്ചത് ഒന്നുകിൽ ഡ്രൈവറുടെ പരിചയക്കുറവ്, അല്ലെങ്കിൽ ബ്രേക്കിങ്ങിൽ അപാകതയോ, അല്ലെങ്കിൽ വണ്ടിക്ക് വേഗത എന്തോ കൂടിയിട്ടുണ്ട്. എന്തായാലും ചുരം കയറുന്നതിനേക്കാൾ അപകടമാണ് ചുരം ഇറങ്ങി വരുന്നത്. നമ്മൾ കയറിപ്പോകുന്നതിനേക്കാളും ഡേഞ്ചറാണ് ഇറങ്ങി തിരിച്ചു വരുമ്പോഴേക്ക്. അത് അവിടെ പോയിട്ടുള്ളവർക്ക് അറിയാൻ സാധിക്കുമായിരിക്കും. തിരിച്ചിറങ്ങി വരുമ്പോഴത്തേക്കൊക്കെ നമ്മൾ വണ്ടി അത്രയും ബ്രേക്ക് ചെയ്ത് നമ്മൾ ഏത് ഗിയറിലാണോ കയറി പോകുന്നത് അതേ ഗിയറിൽ തന്നെ ഇറങ്ങി വരേണ്ടതായിട്ടുണ്ട്. അത്രയ്ക്കും വിഷയമാണ് അവിടുത്തെ റോഡുകൾ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഊട്ടി മസനഗുഡി റോഡിലെ കല്ലട്ടി ചുരമൊക്കെ നമ്മൾ പോയിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ അറിയാവുന്നതാണ്. ഇവിടെ ഈ ടെമ്പോ ട്രാവലറിൽ പലപ്പോഴും ചുരം ഇറങ്ങുന്നത് 40, 50, 60 കിലോമീറ്റർ വേഗതയിലാണ്. ഇത് കൂടുതൽ ബ്രേക്കിങ്ങിനും അങ്ങനെ ചൂട് കൂടി ബ്രേക്ക് നഷ്ടപ്പെടുന്നതിനും കാരണമാവാറുണ്ട്. പല ഈ ടെമ്പോ ട്രാവലറും അങ്ങനെയാണ് അപകടത്തിലേക്ക് പോകുന്നത് തന്നെ. സാധാരണഗതിയിൽ വാഹനങ്ങൾ ചുരം ഇറങ്ങേണ്ടത് 30 കിലോമീറ്ററാണ് വാഹനങ്ങൾ ചുരം ഇറങ്ങി വരേണ്ടത്. പക്ഷേ ഇവിടെ 40, 50, 60 കിലോമീറ്റർ വേഗതയിലാണ് ഈ ടെമ്പോ ട്രാവലർ പലപ്പോഴും ചുരം ഇറങ്ങി വരാറുള്ളത്. ഞാൻ പോയിരുന്ന സമയത്ത് തന്നെ ഞാൻ കണ്ടിട്ടുള്ള കാഴ്ചയാണ് ഈ ടെമ്പോ ട്രാവലർ അവിടെ ചുരം ഇറങ്ങി വരുന്നത് 40, 50, 60 കിലോമീറ്റർ വേഗതയിൽ ചുരം ഇറങ്ങി വരുന്നത്. അതൊക്കെ അതിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റത്തെയൊക്കെ ഒരുപാട് ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ടെമ്പോ ട്രാവലറൊക്കെ വിളിച്ചുകൊണ്ട് പോകുന്ന ആളുകൾ ഒന്ന് സൂക്ഷിക്കുക. അതുപോലെ 10,000 രൂപ കൂടിയാലോ കുഴപ്പമില്ലാന്ന മട്ടിൽ നിങ്ങൾ നല്ലൊരു അത്യാവശ്യം നല്ലൊരു ടൂറിസ്റ്റോ അങ്ങനെ എന്തെങ്കിലും വിളിച്ചുകൊണ്ട് പോവുക. പിന്നെ എനിക്ക് മലയാളികളോടാണ് ഒന്ന് പറയാനുള്ളത്. നിങ്ങൾ ആ ഫോട്ടോ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സൂക്ഷിച്ചൊന്ന് നിങ്ങൾ നോക്കി, ആ ഫോട്ടോയിൽ തന്നെ എല്ലാം ഉണ്ട്. ആ ഫോട്ടോ ഈ കാണുന്ന ഫോട്ടോയിൽ ആകാശ ദൃശ്യമാണ്. ആ ചുരത്തിൻ്റെ ആ ഹെയർപിൻ വളവുകളുടെ ആകാശ ദൃശ്യമാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് സൂം ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും ഇതുവഴിയുള്ള യാത്ര എത്രത്തോളം അപകടം നിറഞ്ഞതാണെന്ന്. മലയാളികളോടാണ് ദൈവത്തെ ഓർത്ത് ഒരു കാര്യം നിങ്ങൾ ഓർക്കുക. നമ്മൾ ജീവിതത്തിൽ യാത്ര പോകുന്നത് വർഷത്തിൽ 1, 2 തവണയായിരിക്കും, അല്ലേ? കാരണം ഇന്നത്തെ കാലത്ത് അങ്ങനെയാണ്. ഒന്നാമത് കുട്ടികളും ഫാമിലി ആയിട്ടൊക്കെ ജീവിക്കുന്ന ആളുകളാണെങ്കിൽ ഒട്ടും സമയം കാണത്തില്ല. അപ്പം വെക്കേഷൻ സമയത്തൊക്കെ ആയിരിക്കും. ആ സമയത്തൊക്കെ തിരക്കുകളും കാണും. അപ്പം നല്ല തിരക്കുകളും കാണും. അപ്പം 1, 2 വർഷത്തിലൊക്കെ 1, 2 തവണ, ചിലപ്പോൾ ഒരു വട്ടം പോകുന്ന ആളുകളൊക്കെ ആയിരിക്കും കൂടുതൽ. ഇപ്പം നമ്മൾ മലയാളികൾ ഒരു ശീലമുണ്ട്. റൂമിന് പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ട് രാത്രി 1 മണിക്കും മറ്റും വീട്ടിൽ നിന്നും യാത്ര തുടങ്ങും. ചില ആളുകളാണെങ്കിൽ വെളുപ്പാൻ കാലത്ത് പോയിട്ട് വൈകിട്ട് വരാമെന്നുള്ള രീതിയിലേക്ക്, രാത്രി വരാമെന്നുള്ള രീതിയിലേക്കായിരിക്കും പോകുന്നത്. എന്നിട്ട് പകൽ അവിടെ ചെന്ന് സ്ഥലങ്ങളൊക്കെ കണ്ട് തിരിച്ച് പോരാമല്ലോ എന്നുള്ളൊരു പ്ലാനിലൂടെയൊക്കെ ആയിരിക്കും കൂടുതൽ പേരും പ്ലാൻ ചെയ്തു പോകുന്നത്. അപ്പോൾ റൂമിൻ്റെ പൈസ ലാഭിക്കാം. എന്നാൽ അവിടെ കൂടെ വരുന്ന നമ്മൾ ചിലപ്പം നമ്മളെ സ്വന്തം വണ്ടിയാണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ വിളിച്ചു വരുന്ന വണ്ടികളോ ആണെങ്കിലോ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വരുന്ന ഡ്രൈവർ അല്ലെങ്കിൽ നമ്മൾ പോകുന്ന നമ്മളെ കൂട്ടത്തിലുള്ള നമ്മളെ ഫാമിലിയിലെ അംഗം, വണ്ടി ഓടിക്കുന്ന ആൾ, അവർ ഉറങ്ങുന്നുണ്ടോ, ആവശ്യത്തിന് വിശ്രമിക്കുന്നുണ്ടോ, ഭക്ഷണം കഴിക്കുന്നുണ്ടോ, ഇതൊന്നും ഈ പോകുന്നവരെ അല്ലെങ്കിൽ കൂടെ ഇരിക്കുന്നവരെ സംബന്ധിച്ച് ഇവരെ ഒന്നും ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല. പിന്നെ 1000 രൂപ ആരെങ്കിലും കുറച്ച് കൊടുത്താൽ അത് മതിയെന്നുള്ളൊരു മട്ടിൽ പോകുന്ന ആളുടെ പ്രായമോ എക്സ്പീരിയൻസോ, ഞാൻ പറഞ്ഞല്ലോ ഈ പ്രത്യേകിച്ച് ടെമ്പോ ട്രാവലറൊക്കെ വിളിച്ച് പോകുന്ന ആളാണെങ്കിൽ എക്സ്പീരിയൻസ്, ആ വണ്ടി ഓടിച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളാണോ എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ വിളിച്ചുകൊണ്ട് പോവുക. എക്സ്പീരിയൻസ് ഒന്നും
അവർക്ക് പ്രശ്നമില്ലാത്ത രീതിയിലാണ് പല ആളുകളും വിളിച്ചുകൊണ്ട് പോകുന്നത്. വാൽപ്പാറ പോലുള്ള വഴികളിലൊക്കെ ട്രാവലർ പോലുള്ള വാഹനങ്ങൾ അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ഉള്ളവർക്ക് തന്നെ പാടാണ്. ഞാൻ ഈ ട്രാവലറിൻ്റെ കാര്യം എടുത്ത് പറയുന്നത് ഇവിടെ ഈ ട്രാവലറാണ് അപകടത്തിൽപ്പെട്ടത്. അപ്പം ട്രാവലർ എന്ന് പറയുന്നൊരു വണ്ടിയുടെ ഒരു പോരായ്മയാണ് ഞാനിവിടെ പറയുന്നത്. നമ്മളെ പുറങ്ങളിലും നല്ല നല്ല റോഡുകളിലും ഹൈവേയിലും കിടന്ന് ഓടുന്നത് പോലെ അല്ല എന്ന് പറഞ്ഞ് ട്രാവലറിനെ കുറച്ച് പറയുമല്ല. ട്രാവലർ ഇനി നിങ്ങൾ അതുകൊണ്ട് വാൽപ്പാറയിൽ ഇങ്ങനെ അപകടം ഉണ്ടായി അതുകൊണ്ട് ട്രാവലർ നിങ്ങൾ വിളിച്ചുകൊണ്ട് പോകല്ലേ, ഈ ട്രാവലർ കൊള്ളാത്ത വണ്ടിയാണ് എന്നല്ല പറയുന്നത്. പക്ഷേ ഇതുപോലുള്ള വലിയ വലിയ ഫോട്ടോയിൽ കണ്ടല്ലോ, ഇതുപോലുള്ള വലിയ വലിയ ചുരങ്ങൾ കയറുന്ന സ്ഥലങ്ങളിലേക്ക് ട്രാവലർ പോലുള്ള വണ്ടികൾ കൊണ്ടുപോകാതിരിക്കുക. മാത്രമല്ല അത് ഓട്ടിക്കുന്ന ആളുടെ എക്സ്പീരിയൻസ് കൂടി നിങ്ങൾ അറിഞ്ഞിട്ട് വേണം കൊണ്ടുപോകാനെ കൊണ്ട്. അപ്പം പിന്നെ ഈ പ്രത്യേകിച്ച് ഈ ട്രാവലറൊക്കെ ഓടിക്കുന്ന ആളുകൾക്ക് അറിയാവുന്നതാണ് ട്രാവലർ പോലുള്ള വണ്ടികളുടെ ബ്രേക്കിംഗ് സിസ്റ്റത്തിൻ്റെ അപാകത. എല്ലാ വണ്ടികൾക്കുമല്ല, ചില വണ്ടികൾക്ക് എല്ലാ വണ്ടിയും ഒരുപോലെ എന്നല്ല ഞാൻ പറയുന്നത്, ചില വണ്ടികൾക്ക്. അപ്പം ഇതുപോലുള്ള വണ്ടികളൊക്കെ വിളിക്കുമ്പോൾ അത് ഓടിക്കുന്ന ആളുടെ പ്രായവും ഞാൻ ആദ്യം പറഞ്ഞ പോലെ എക്സ്പീരിയൻസും കൂടി ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുക. 1000 രൂപ കൂടുതൽ പോയാലും സന്തോഷിക്കാൻ പോകുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു വൻ ദുരന്തത്തിൽ നിന്ന് നമുക്ക് ഒഴിവായി കിട്ടുന്നതായിരിക്കാം. 1000 പോയാലോ അല്ലെങ്കിൽ 2000 പോയാലോ അപ്പം ഇതുപോലുള്ള അപകടങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഒരു പരിധി വരെ ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഒഴിവാകാൻ സാധിക്കുമായിരിക്കും. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് പോകുമ്പോഴത്തേക്ക് നമ്മളെയും കാത്ത് തിരിച്ച് ഒരുപാട് ആളുകൾ, നമ്മുടെ കുടുംബത്തിലുള്ള ആളുകൾ, അതുപോലെ അപ്പം നമ്മൾ അച്ഛൻ, അമ്മ, നമ്മൾ ഫാദർ, മദർ, സഹോദരങ്ങൾ, ഇവരൊക്കെ നമ്മളെ കാത്തിരിക്കുന്നതായിട്ട് ഒരുപാട് ആളുകളുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ വേണ്ടപ്പെട്ടവർ നമുക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു. വാൽപ്പാറ അപകടത്തിൽ മരിച്ച ആളുകളുടെ ഫാമിലിയൊക്കെ പറയുന്ന കേട്ടില്ലേ. കാരണം അവർക്കൊന്നും വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം അതേപോലൊരു സംഭവമാണ് അവിടെ സംഭവിച്ചത്. പിന്നെ ഒരു ടീച്ചർ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു, അവരും പോകാനായിട്ടിരുന്ന. അപ്പോൾ അവർക്ക് എന്തോ ആരോഗ്യ പ്രശ്നം എന്തുകൊണ്ടാണ് അവർ ആ യാത്രയിൽ നിന്ന് ഒഴിവായത്. പിന്നെ ഈ പറഞ്ഞ പോലെ സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് പോയേ പറ്റൂ, അതാരാണെങ്കിലും. പക്ഷേ ചിലതൊക്കെ നമ്മൾ വിളിച്ചു വരുത്തുന്ന അപകടങ്ങൾ കൂടി ഇതിനകത്തുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊക്കെ അങ്ങോട്ടൊക്കെ ആ സ്ഥലങ്ങളിലേക്ക് പോകുന്ന ആളുകളുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് സൂക്ഷിക്കുക. കാരണം അവിടെ പോയിട്ടുള്ളൊരു വ്യക്തി എന്ന നിലയ്ക്ക്, ആ ചുരങ്ങൾ കയറി ഇറങ്ങിയിട്ടുള്ള വ്യക്തി എന്ന നിലയ്ക്ക് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ആ ചുരം കയറിയിട്ടുമുണ്ട്, ഇറങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞു തന്നത്. അപ്പോൾ കൂടുതൽ ഞാൻ അവിടെ പോയിട്ടുള്ള സമയങ്ങളിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ്, മലയാളികളാണ്, കേരളത്തിൽ നിന്നുള്ള ആളുകളാണ് ഈ ടെമ്പോ ട്രാവലർ പോലുള്ള വണ്ടികൾ വിളിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ ഇവർ വിളിച്ചുകൊണ്ട് വരാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞ പൈസ, ഒരു 10,000 രൂപ കുറവായിരിക്കും ഇവർക്ക് ഇതിനകത്ത് കിട്ടുന്നത്. ഇവർക്ക് കുറവ് പൈസ ആയിരിക്കും ചോദിക്കുന്നത്. ആ ലാഭം ഓർത്തിട്ടായിരിക്കും ഇതുപോലുള്ള വണ്ടികൾ, ഞാൻ പറഞ്ഞ എല്ലാ വണ്ടികളല്ല, ചില വണ്ടികളിൽ ബ്രേക്കിംഗ് സിസ്റ്റത്തിൻ്റെ പോരായ്മ വരാറുണ്ട്. പിന്നെ ഡ്രൈവറുടെ എക്സ്പീരിയൻസ്, കാർ ഓടിക്കുന്ന പോലെ അത്രയും എളുപ്പമല്ല മക്കളെ ടെമ്പോ ട്രാവലർ ഓട്ടിക്കുന്നത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പം എന്തായാലും പോയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ഒന്ന് ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ ഈ പറഞ്ഞത് ഉള്ളയാണോ എന്ന് നിങ്ങളും കൂടെ അവിടെ പോയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് ചിലപ്പം നാളെ പോകുന്ന മറ്റൊരാൾക്ക് ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാം. വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് തരാം. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.